ഏതോ ഒരു വീട്ടിലെ ഏതോ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ചേച്ചി അവരാ കുഞ്ഞുങ്ങൾക്ക് കറികളെടുത്ത് കൊടുക്കുക, ആഹാരം കൊടുക്കുക, അവരെ വളരെ സ്നേഹമായിട്ട് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു പെറ്റതള്ളക്ക് എന്തുവാ പറയാനുള്ളത്? എന്താണ് സ്മിതയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ മക്കളെ നോക്കാൻ ബാധ്യസ്ഥയാ. പിന്നെ പിള്ളേരുടെ അച്ഛനെയും കൂടെ അതിന് ശ്രമിക്കണമല്ലോ. ചിലവിന് കുടയും തന്നിട്ടുണ്ട്. ഇപ്പം ആ പെൺകുഞ്ഞ് വളർന്നു വരുന്നത് എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ലല്ലോ. പക്ഷേ അച്ഛൻ നോക്കണമല്ലോ, അതാണല്ലോ കാര്യം എന്ന് പറയുന്നതിന് മറുപടിയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ ആത്മാവിൽ എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് എനിക്കെന്ത് തോന്നി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതൊക്കെന്ത് തോന്നി? ബാധ്യസ്ഥയാണ് എന്ന്. അതാണ് ഞാൻ നോക്കുന്നത്. ബാധ്യസ്ഥയാ, ഞാൻ നോക്കാൻ ബാധ്യസ്ഥയാ. ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, കുട്ടികളെ ഞാൻ കൊണ്ടുപോക്കളാം. ഞങ്ങൾ മണ്ണഞ്ചേരിയിൽ താമസിക്കും, പിള്ളേരെ കൊണ്ടുപോക്കളാം. പറഞ്ഞു വേണ്ട, പിന്നെ കുട്ടികളെ കൊണ്ടുപോകണ്ട, ഞാൻ നോക്കിക്കോളാം, ഇപ്പൊ കൊച്ചു പ്രായമായി വരുന്നതാണ്, അപ്പൊ ശരിയാ. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കാനാണെങ്കിൽ ഇപ്പം കിട്ടിയ ഭർത്താവിന് അങ്ങനെയുള്ള ആ ഒരു ഇതില്ല. കേട്ടിട്ട് ഇപ്പം 4 വർഷമായി. ഒരു പെണ്ണ് വിഷയമോ അല്ലെങ്കിൽ മറ്റുള്ളൊരു പെണ്ണുങ്ങളായിട്ട് കമന്റ് അടിക്കുകയോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. എന്നെ പൊന്നു പോലെ നോക്കുന്നുണ്ട്, പറയുന്നുണ്ട് പിള്ളേരെ നോക്കിക്കോളാം, കൊണ്ടുപോക്കോളാം. പിള്ളേരെ ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുപോയിട്ടുമുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടില് 2-3 ദിവസം നിർത്തിയിട്ടുമുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്, നോക്കിയിട്ടുമുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് പ്രായപൂർത്തിയായി വരുവാണ്, അപ്പം കൊണ്ടുപോകണ്ട, അങ്ങനെ നോക്കണ്ട, വാടകയ്ക്ക് താമസിക്കുന്നതല്ലേ, എങ്ങനെയുള്ള ആൾക്കാരാന്ന് എങ്ങനെ അറിയാം, അപ്പൊ അങ്ങനെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഡബിൾ ഗെയിം ആടരുത്, നിങ്ങൾ ഡബിൾ ഗെയിം കളിക്കരുത്. നിങ്ങൾ അയാൾ നല്ലൊരു മനുഷ്യൻ. പ്രശ്നം നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾക്കാണ് പ്രശ്നം. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ വളർത്തിക്കോളൂ, കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് സാമ്പത്തികമാണ് നിങ്ങൾക്ക് ആവശ്യം. സാമ്പത്തികമാണെങ്കിലും മേഡം ഞാൻ കൊടുത്ത് സഹായിക്കാൻ തയ്യാറ്. കാരണം ഞങ്ങളുടെ കൂടെ ഇപ്പം കോഴിക്കോട് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, അവിടെ പുരുഷന്മാരാണ് കൂടുതലും. അപ്പം ഞങ്ങൾക്കൊരു റൂം തന്നിട്ടുണ്ട്, ഞങ്ങൾ ആ റൂമിൽ നിന്ന് വർക്ക് ചെയ്യുവാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് സാഹചര്യത്തിൽ ഈ പെൺകുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി നിർത്തി നോക്കാൻ പറ്റൂല. അപ്പം ഞാൻ ഇന്ന് ചേട്ടനോട് സംസാരിച്ചും പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓഹരി കൊടുക്കാം, അങ്ങനെ വീട്ടിൽ കൊടുത്ത് സഹായിക്കാം. അപ്പം അമ്മ പിള്ളേർ സേഫ്റ്റി ആകും. അപ്പം അതുപോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് സാഹചര്യത്തിൽ ഒരു വാടക എടുത്ത് മാറാൻ പറ്റൂല. കാരണം കോഴിക്കോടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചുള്ള നാടല്ല. അവിടെ ചെന്നിട്ട് ഒരു പെട്ടെന്ന് വീടെടുക്കുക. പക്ഷെ കുട്ടികളെ അവിടെ ആക്കിയിട്ട് ഞാനൊരു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. അച്ഛനും അമ്മയും വളർത്തുന്നത് പോലെ ആവൂല അപ്പൂപ്പനും അമ്മയും വളർത്തുന്നത്. അച്ഛനും അമ്മയും എന്താണെന്ന് അറിയണം, അവരുടെ ബദ്ധപ്പാടുകൾ അറിയണം, അമ്മയുടെ അവസ്ഥ ഇന്നതാണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. ഒരു പ്രായം കഴിയുമ്പോൾ, നിങ്ങളിപ്പോൾ പറയുന്ന പോലെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നോക്കുന്ന വേറെ കാര്യം. പക്ഷെ ഒരു പ്രായം കഴിയുമ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു, അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നു, എന്തൊക്കെ സംഭവിക്കും, ഇതൊക്കെ പണ്ടത്തെ കാലമല്ല. കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ്, നമ്മളെക്കാൾ അറിവുള്ളവരാണ്. നമ്മൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ പഠിച്ചുകൊടും. നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇപ്പം 1-2 കേസും കഞ്ചാവിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഭയം വരും. ഞാനത് എന്തിനാ ഭയപ്പെടുന്നതെന്ന് ചോദിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ പേടിയാണിത്. എങ്കിൽ പോലും ഇതെല്ലാം ഈ ലോകത്ത് സഹജമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ആ പേരിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ അകറ്റാൻ പാടില്ല. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ അവർക്കുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ വിചാരിക്കും അവരെക്കാൾ ഞാനാ നോക്കുന്നത് നന്നായിട്ട്, അവർ നോക്കത്തില്ല എന്നായിരിക്കും. പോരാ, സ്മിത നോക്കണം. സ്മിത പ്രധാനപ്പെട്ട കാര്യം ക്ഷേമം, കുട്ടികളുടെ ക്ഷേമം, വെൽഫെയർ ഓഫ് ചിൽഡ്രൻ. അത് കസ്റ്റഡി നോക്കുമ്പോൾ തന്നെ നോക്കുന്നതാണ്. അതിനൊരു ഭീഷണി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ അമ്മയുടെ കൂടത്ത് പിള്ളേർ നിൽക്കുന്നത്, ഇപ്പൊ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന കണക്ക് സേഫ്റ്റി വേറെ ഉണ്ടാവില്ല. ഇപ്പം തന്നെ അജീഷ് പറഞ്ഞു, അജീഷ് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു കുട്ടികളെ ഞാൻ കൊണ്ടുപോക്കളാന്ന്. അങ്ങനെയുള്ള ആളായിരുന്നെങ്കിൽ ഇപ്പൊ ഇതിനെ ചെന്ന് അവിടെ ചെന്ന് അറിയിച്ചതാണ്. അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകാൻ സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ ഇന്നിവിടെ ഹാജരായേനെ. ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ടുപോകാൻ സമ്മതമാണെന്ന് പറഞ്ഞേനെ. തുടങ്ങിയപ്പോൾ മുതൽക്ക് കാര്യങ്ങൾ ഒരു നിയമപരമായിട്ടും ഒക്കെ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ പറ്റിപ്പോയതായിരിക്കാം, സംഭവിച്ചു പോയതായിരിക്കാം. ഈ കുട്ടികളുടെ ക്ഷേമമാണ് മുഖ്യമായിട്ടും പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഒരു താൽക്കാലികമായ ഉത്തരവ് ഇങ്ങനെ പാസ്സാക്കുകയാണ്. അവാർഡ് കുട്ടികളുടെ അമ്മയായ സ്മിത ഈ കുട്ടികളുടെ അവരുടെ മെയിൻ്റനൻസ്, എഡ്യൂക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട എല്ലാ അസിസ്റ്റൻസും കൊടുക്കണം. കുട്ടികളെ 2 ആഴ്ചയിലൊരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിരിക്കണം. കുട്ടികളിപ്പോഴും ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ കഴിയണം, അമ്മയുടെ കൂടെ ആ വീട്ടിൽ തന്നെ കഴിയണം, മുത്തച്ഛനും മുത്തശ്ശിയുള്ള വീട്ടിൽ കഴിയുകയാണ്. ആ കോപ്പി കൊണ്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫോളോ പരിപാടി എല്ലാം തന്നെ അവർ നടത്തിക്കൊള്ളും. പറഞ്ഞു മനസ്സിലായല്ലോ. യുദ്ധം ചെയ്ത്
നിങ്ങൾ കോടതിയിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഉത്തരവ് മേടിക്കുന്നതിൻ്റെ അതേ സാങ്കത്യവും അതേ അർത്ഥവും അതേ വ്യാപ്തിയും അതേ ക്ഷമതയുമെല്ലാം തന്നെ ഈ ഓർഡറിനുണ്ട്.